Hello friends, welcome to the channel. Now, you will see the news. Kotak Bank is running RBI Kotak Bank, Kotak Mahindra Bank, ban bank full ban Instagram message. Actually, customers credit card other banking products നമ്മുടെ പുതിയ ക്രെഡിറ്റ് കാർഡ് പുതിയ ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ പുതിയ ബാങ്ക് അക്കൗണ്ട്സ് നമ്മുടെ അവരെ ആപ്പ് ത്രൂ ഓൺലൈൻ ത്രൂ ഒന്നും എടുക്കാൻ പറ്റില്ല. അതാണ് പുതിയ ഈ RBIയുടെ ബാൻ കേട്ടോ. എന്ന് വെച്ചാൽ ഇതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇത് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഓൾമോസ്റ്റ് 2 year ആയിട്ടാണ് അവർ റിപ്പോർട്ട് നമുക്ക് നമ്മുടെ RBI അതിന്റെ റിപ്പോർട്ട് സംഭവങ്ങളൊക്കെ നോട്ടീസ് സംഭവങ്ങളൊക്കെ അവരുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 കൊല്ലത്തിന് മുകളിലായിട്ടുണ്ട്. 2 കൊല്ലത്തിനായിട്ട് ഇവർ ആക്ച്വലി നമ്മുടെ ഇവരുടെ RBIയുടെ റൂൾസ് ഒന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അത് നമ്മുടെ RBIയുടെ റൂൾസ് ആയിട്ട് കംപ്ലൈൻസ് ആവുന്നില്ല. അപ്പോൾ ഇവർ കുറേ നോട്ടിഫിക്കേഷനും സംഭവങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ കോട്ടക് മഹീന്ദ്ര ബാങ്കുകൾക്ക് RBI കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 2 കൊല്ലമായിട്ട് ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ലാസ്റ്റ് ഇതൊന്നും ശരിയാവാത്തത് കാരണമാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു പുതിയ ഈ ബാൻ വന്നേക്കാൻ കാരണം കേട്ടോ. എന്ന് വെച്ചാൽ ഇത് കുറേ സെക്യൂരിറ്റി ഇഷ്യൂ ആയിട്ടും അങ്ങനെ കുറേ സംഭവമായിട്ട് ലിങ്ക്ഡ് ആണ്. എന്നുവെച്ചാൽ ഇത് ആക്ച്വലി ലാസ്റ്റ് എല്ലാവരും ബാധിക്കുന്നത് കസ്റ്റമേഴ്സിനെയാണല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ സംഭവമാണ്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് അവരുടെ റൂൾസും സംഭവമൊന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഈ സാധനമൊക്കെ ഹാക്കായി പോയി കഴിഞ്ഞാൽ പണി കിടന്ന വഴി അറിയില്ലല്ലോ. എത്ര ആൾക്കാരുടെ ഇതാ പോവാ, ഇന്ത്യ ഫുള്ള് അടപ്പ് വരും അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ആക്ച്വലി RBIയുടെ കൺട്രോൾ വരുന്ന സംഭവം നല്ലത് തന്നെയാണ്. ഇതുപോലെ തന്നെ 2 കൊല്ലം മുമ്പ് ഇപ്പോൾ HDFCക്ക് ഇതുപോലെ ബാൻ കിട്ടിയിരുന്നു. അവർക്ക് ക്രെഡിറ്റ് കാർഡിലേക്ക് പുതിയ ആൾക്കാർ എടുക്കാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് 2 കൊല്ലം മുമ്പ് തന്നെയാണ്. 2 കൊല്ലം മുമ്പ് ഇതുപോലെ ബാൻ കിട്ടുന്നത്. അതും ഇതുപോലെ തന്നെ RBIയുടെ റൂൾസ് കറക്റ്റായിട്ട് കംപ്ലൈൻസ് ആവാത്തത് കൊണ്ടായിരുന്നു. അപ്പൊ ഇനി അതിനുശേഷം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 1 year കഴിഞ്ഞിട്ടാണ് HDFCക്ക് പിന്നെ RBI അപ്രൂവ് കൊടുത്തത്. അതായത് അവർ ഈ സംഭവങ്ങളൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ അതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ട് അത് ക്ലാരിഫൈ ചെയ്തിട്ടൊക്കെ കറക്റ്റ് ആക്കിയിട്ടൊക്കെയാണ് പിന്നെ അത് RBI കൺഫർമേഷൻ കൊടുത്തത്, അപ്രൂവൽ കൊടുത്തത്. അപ്പൊ അതേപോലെ തന്നെ ഇനിയും ഇപ്പോൾ കോട്ടക് ബാങ്കിന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കോട്ടക്കിന്റെ 8% അക്കൗണ്ട് അല്ലെങ്കിൽ 0 balance അക്കൗണ്ട് എടുക്കാനൊക്കെ കുറച്ച് സമയം എടുക്കണം. എന്തായാലും ഞാൻ ഇന്നലെ നമ്മളൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഞാൻ ഉപയോഗിക്കുന്ന 0 balance അക്കൗണ്ടിൽ. അതിൽ ഞാൻ ഏറ്റവും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏറ്റവും ബെസ്റ്റ് 0 balance അക്കൗണ്ട് എന്ന് പറയുന്നത് കോട്ടക് 8% അക്കൗണ്ട് ആയിരുന്നു. വെച്ചാൽ നമുക്ക് സുഖമായിട്ട് തന്നെ പ്രീ അപ്രൂവൽ ഓഫേഴ്സ് വരാറുണ്ട്. ഇനിയിപ്പോൾ പക്ഷെ അത് രക്ഷയില്ല. എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. പുതിയ എന്തായാലും കുറച്ച് കാലത്തേക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് എല്ലാം ഫോളോ ചെയ്തിട്ട് അതിന്റെ റൂൾസ് സംഭവങ്ങളൊക്കെ ഇനി അതിന്റെ പ്രൊജക്ട് സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് ഇനി അത് RBIയിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ട് അവരുടെ സൈഡിൽ നിന്ന് അപ്രൂവലൊക്കെ വരാം. എന്തായാലും കുറച്ച് ടൈം, അത്യാവശ്യം കുറച്ച് മാസങ്ങൾ എന്തായാലും എടുക്കും. അപ്പൊ ഇനി കുറച്ച് കാലത്തേക്ക് കോട്ടക് ബാങ്കിന്റെ അക്കൗണ്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പറ്റില്ല. അതുപോലെ എടുക്കാൻ പറ്റില്ല. ഇനി എന്തായാലും ആർക്കും പറ്റില്ല. ഇത് ആക്ച്വലി ബാൻ വന്നേക്കുന്നത് ഓൾറെഡി അവരുടെ കസ്റ്റമേഴ്സ് ആയിരിക്കും അഫക്റ്റ് ഒന്നും ചെയ്യില്ല കേട്ടോ. അത് കുറെ പേർക്കുള്ള സംശയമായിരിക്കും. എന്നുവെച്ചാൽ നിങ്ങളുടെ ഓൾറെഡി ഇപ്പോൾ ഒരു കോട്ടക്കിന്റെ അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അതിനൊരു ഇഷ്യൂ വരില്ല. നോർമൽ പോലെ തന്നെ വർക്ക് ചെയ്യും. ഇപ്പം എൻ്റെ ഉണ്ട്, ഞാൻ ഉപയോഗിക്കുന്നതാണ് കോട്ടക്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതാണ്, കോട്ടക്കിന്റെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു ഇഷ്യൂ ഇല്ല. നോർമൽ പോലെ തന്നെ വർക്ക് ചെയ്ത് പോകും. ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. പുതിയ ആൾക്കാരെ കയറ്റാൻ പറ്റില്ല എന്നുള്ളത് മാത്രമാണ് ഇതിന് ബാൻ വന്നേക്കുന്നത്. അതായത് ഫുൾ ബാങ്കോ സംഭവമൊന്നും ബാൻ ആയിട്ടില്ല. അതൊന്നുകൂടി ക്ലാരിഫൈ ചെയ്തോട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് പുതിയ ബാനിന്റെ സംഭവം. അപ്പൊ ഇതെന്തായാലും നല്ലൊരു പരിപാടി തന്നെയാണ്. എന്ന് വെച്ചാൽ ആരാ റൂൾസ് ഫോളോ ചെയ്യാത്ത അവർക്ക് ശരിക്കും ഇതുപോലെ അഗെയിൻസ്റ്റ് ആക്ഷൻ എടുക്കണം, എന്നാലേ നന്നാവുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ എസ്പെഷ്യലി ബാങ്കിങ് ഒക്കെ കറക്റ്റായിട്ട് റൂൾസ് ഫോളോ ചെയ്തിട്ട് അതിന്റെ സെക്യൂരിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. അല്ലെങ്കിൽ എപ്പോഴാണ് പണി കിട്ടും, രാജ്യത്തിനടക്കം പണി കിട്ടും, ചിലപ്പോൾ കൺട്രിക്കടക്കം പണി കിട്ടും. എന്ന് വെച്ചാൽ കൺട്രിയിലത്തെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഒക്കെയാണ് ചോരുക. അപ്പോൾ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രീനെ തന്നെ അഫക്ട് ചെയ്യുന്ന സംഭവമാണ്. അതും കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദി മെയിൻ ബാങ്കാണ് ഇന്ത്യയിലത്തെ പ്രൈവറ്റ് ബാങ്ക് സെക്ടറിലെ മെയിൻ ബാങ്കാണ്. അപ്പോൾ അതൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോർന്നു എന്നൊക്കെ പറഞ്ഞ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോർന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആണ് അതൊക്കെ. അപ്പൊ അത് നല്ലത് പരിപാടി തന്നെയാണ്. RBI ഇതേപോലെ തന്നെ ഇത് ആക്ച്വലി ഇങ്ങനെ ബാൻ വരാത്തതിന് മുമ്പ് തന്നെ ഇതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഇപ്പൊ 2 കൊല്ലം പറഞ്ഞില്ല, ഇവർ ഓൾറെഡി 2 കൊല്ലമായിട്ട് ബാങ്കിനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേപോലെ ശരിയാക്കാൻ. പക്ഷെ എന്നിട്ട് അവരൊരു വില വെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ ആക്ഷൻ എടുക്കണമായിരുന്നു ചെറിയ എന്തെങ്കിലുമായിട്ടും. ഇപ്പൊ ഇത്ര ലേറ്റ് ആക്കിയിട്ട് എടുത്തത് ഭയങ്കര പൂർവ്വ പരിപാടിയാണ്. വെച്ചാൽ അറ്റ് ലാസ്റ്റ് എല്ലാം സഫർ ചെയ്യുന്നത് കസ്റ്റമേഴ്സ് ആണല്ലോ. അപ്പോൾ നല്ലൊരു നടപടി തന്നെയാണ്. എന്തായാലും ഉള്ള ബാങ്ക് അക്കൗണ്ടിന് എഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ അത് ഒരു കുഴപ്പമില്ലാത്ത സംഭവം തന്നെയാണ്. പക്ഷെ നമ്മുടെ കോട്ടക്കിന്റെ ലീഗ് ക്രെഡിറ്റ് കാർഡൊക്കെ ഇഷ്ടംപോലെ ഇപ്പൊ അപ്രൂവ് ആവുന്നുണ്ടോ. അതുപോലെ തന്നെ കോട്ടക്കിന്റെ 8% അക്കൗണ്ട് ഇപ്പൊ കുറെ പേരൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ഇപ്പൊ എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നല്ലൊരു 0 balance അക്കൗണ്ട് ആയിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്ന 0 balance അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടുനോക്കാൻ മറക്കണ്ട കേട്ടോ.
രണ്ടാമത്തെ ചാനലാണ് നമ്മൾ ഇടയ്ക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും ലിങ്ക് കാലത്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടെ. നമ്മുടെ പുതിയ ചാനലായ GHH വേൾഡ് കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടാ. ലിങ്ക് കാലത്ത് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ടട്ടാ. പിന്നെ എന്തെങ്കിലും സംശയം കാലത്ത് കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.